തിരുവനന്തപുരം പാളയം ശക്തിവിനായക ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുര സമർപ്പണത്തിന്റെ 1ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. ഹൈന്ദവ സമൂഹത്തിന്റെ ആത്മസമർപ്പണമാണ് പാളയത്തെ മതേതരത്വമാക്കി മാറ്റിയത്. ഗോപുരം സമർപ്പിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ജനം TV MDയും ഉദയസമുദ്ര ഗ്രൂപ്പ് MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ പറഞ്ഞു. 2024 ഏപ്രിൽ 14 പാളയത്തെ പ്രൗഢഗംഭീരമാക്കിയ ശക്തിവിനായക ക്ഷേത്രത്തിന്റെ ഗോപുര സമർപ്പണം. ഗോപുര സമർപ്പണത്തിന്റെ 1ാം വാർഷികവും വിശേഷാൽ പൂജകളും ഭജനയും എല്ലാമായി ഭക്തി നിർഭരമായിരുന്നു. ഗോപുരം സമർപ്പിക്കാനായത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഗോപുരം സമർപ്പിച്ച ജനം TV MDയും ഉദയസമുദ്ര ഗ്രൂപ്പ് MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ പറഞ്ഞു. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബോംബെയിൽ ആണ് എൻ്റെ കർമ്മഭൂമി. 51 വർഷമാവുന്നു. ബോംബെയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാൽബാഗ് രാജ എന്ന ഗണപതിയെ എങ്ങനെ എൻ്റെ ഈ പാളയത്ത് കൊണ്ട് ഇരുത്തും, അതിനുള്ള സ്കെച്ചെല്ലാം ഞാൻ തയ്യാറാക്കി ദേവസ്വം പ്രസിഡന്റിനെ കണ്ടു. നല്ല മനസ്സുള്ള ദേവസ്വം പ്രസിഡന്റായിരുന്നു അന്ന്, നമ്മളിപ്പോഴത്തെ മുമ്പേ ഉള്ള. അദ്ദേഹം പറഞ്ഞു ഒരു ആശയം ചെയ്യുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായും ചെയ്യാം. ശംഖുമോഹൻ ദേവി ക്ഷേത്രം ചെയ്തതിൽ അവർ വലിയ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ശംഖുമോഹത്തെ ഇൻകം വരുമാനമൊക്കെ കൂടി, അതിൻ്റെ പ്രൗഢിയൊക്കെ കൂടി. അപ്പം അവർ വളരെ ബോർഡിൽ വെച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് പാസ് ചെയ്ത് ഈ ഇത് ചെയ്യാനൊരു അനുവാദം തന്നു. 9 മാസമായിരുന്നു എനിക്ക് തന്ന സമയം. പക്ഷേ അത് ഞാൻ 8 മാസം കൊണ്ട് ഈ ക്രൗഡുള്ള സ്ഥലത്ത് ഇത്രയും രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചതെല്ലാം ഗണപതിയുടെ ആ ഒരു സപ്പോർട്ട് മാത്രമാണ്. 100 കണക്കിന് ഭക്തജനങ്ങളായിരുന്നു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായത്. തങ്കമലൈ വൈഭോഗം എങ്കയും ഞാൻ കണ്ടതില്ലയേ അയ്യപ്പ, എങ്കയും ഞാൻ കണ്ടതില്ലയേ. തങ്കമലൈ സേവിത്താലും തങ്കമലൈ വൈഭോഗം എങ്കയും ഞാൻ കണ്ടതില്ലയേ അയ്യപ്പ, എങ്കയും ഞാൻ കണ്ടതില്ലയേ. ഹരിഹരസുതനേ തങ്കമലൈ സേവിത്താലും ശബരിമലൈ വൈഭോഗം. ജനം, തിരുവനന്തപുരം.